ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗൈസ്, ഇന്ന് ഫസ്ന ആദ്യമായിട്ട് നമ്മുടെ ഉമ്മയുടെ വീട്ടിൽ, അമ്മായിയമ്മയുടെ വീട്ടിൽ സന്ദർശനത്തിന് പോവുകയാണ്. ഇപ്പൊ നമ്മുടെ ഉമ്മയുടെ വീട്, അതായത് ഉമ്മയുടെ വാപ്പായും ഉമ്മയും താമസിച്ചിരുന്ന വീടാണ്. വാപ്പ ഉമ്മ മരണപ്പെട്ടു. അപ്പൊ ബാക്കി പിന്നെ ആരും ഇല്ല. ഉമ്മയും ഉമ്മയുടെ ചേട്ടത്തിയായിരുന്നു. അപ്പൊ അവര് രണ്ടുപേരും കല്യാണം കഴിച്ച് രണ്ടിടത്തായല്ലോ. സോ നമ്മുടെ ആ വീട് ഇപ്പോൾ ആരും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. അവിടെ വാടകക്കാരുണ്ട്. മാത്രമല്ല അവിടെ വേറെ നമുക്ക് കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ അവിടെ എന്തൊക്കെയോ കാര്യത്തിന് വേണ്ടി നമ്മൾ ആ വീട്ടിലേക്ക് പോവുകയാണ് വിത്ത് ഫസ്ന. അതെന്താണ് കാര്യങ്ങളെന്ന് നമുക്ക് ഉമ്മയുടെ ചോദിക്കാം. ചുമ്മാ ഫസ്ന ഒന്ന് കാണിക്കാൻ വേണ്ടി ഫസ്ന വന്നിട്ടില്ലല്ലോ. നമ്മളിന്ന് ഒരു ടവറിന് ലീസ് ഡീഡ് ഒപ്പിട്ടിട്ടുണ്ട്. അപ്പൊ ആ ടവർ അവര് നിർമ്മിച്ചിരിക്കുന്നതൊക്കെ ഏത് രീതിയിലാണെന്ന് കാണാൻ വേണ്ടി പോവുകയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളവിടെ വണ്ടി പാർക്ക് ചെയ്യുന്നതിന് വേണ്ടി ഒരു പാർട്ടിക്ക് വാടക കൊടുത്തിട്ടുണ്ട്. അസറു ജനിച്ച് കളിച്ച് വളർന്ന സ്ഥലം കാണാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. പണ്ട് ഞാൻ വെക്കേഷൻ വരുമ്പോഴത്തേക്ക് ഞാൻ ഇവിടെ ആയിരുന്നു വരുന്നത്. വെക്കേഷൻ അതിപ്പോ ഓണാവധി ആണെങ്കിലും ക്രിസ്മസ് അവധി ആണെങ്കിലും ഉമ്മി ഞങ്ങളെ പൊക്കി പിടിച്ചുകൊണ്ട് ഇവിടെ വരും. ഇവിടെ ഇരുന്നാണ് ഞാൻ ഫസ്റ്റിലെ ഹിന്ദി ആൽഫബറ്റ്സ് പഠിച്ചത്, അക്ഷരമാല. അത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. പക്ഷെ ഇപ്പം അതൊക്കെ പോയത്, അവിടെ വാടകക്കാരൊക്കെ വന്ന് ഇപ്പോ ആ ഒരു പഴയ നൊസ്റ്റു ഒക്കെ പോയി. എന്തായാലും നമുക്ക് ആ സ്ഥലം ഒന്ന് കാണാം, ഫസ്നയുമായി ഒത്ത് കാണാം. ഗൈസ്, അതിനു മുന്നേ നമ്മുടെ ഉമ്മയുടെ തന്നെ കൊച്ചുമ്മയെ കാണാൻ വേണ്ടി നമ്മൾ നിർത്തി. കൊച്ചുമ്മയെ കൂടെ കണ്ടിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം. എങ്ങനെയുണ്ട് ഒരു ഗ്രാമീണ ശ്യാമ സുന്ദര ഗൈസ്, ഇതാണ് നമ്മുടെ ഉമ്മയുടെ വീട്. ഇവിടാണ് ഞാൻ ബാല്യകാലങ്ങൾ അടിച്ചു പൊളിച്ചത്. എങ്ങനെയുണ്ട് നമ്മുടെ പരമ്പരാഗതമായ വീട്? വീട് കണ്ടു, സ്ഥലം കണ്ടു, അസറൊക്കെ ഓടിക്കളിച്ച വഴികൾ കണ്ടു. ഗൈസ്, നമ്മള് പണ്ട് ഞാനും വാപ്പിച്ച് ഞങ്ങള് ഫാമിലി ആയിട്ട് അവിടെ ട്രെയിൻ വന്ന് ഇറങ്ങിയിട്ടാണ് നടന്നാ വരുന്നത്. അന്ന് പണ്ട് കാറൊന്നും ഇല്ല. അപ്പം കല്യാണം കഴിഞ്ഞ് അച്ചു കുഞ്ഞതും ഞാനും. അപ്പൊ ഞങ്ങൾ അവിടെ നടന്നുമ്പോ വാപ്പ ഈ ജനലിന്റെ അടുത്ത് നിന്നുകൊണ്ട് ടോർച്ചിൽ ഇങ്ങനെ അടിച്ചു തരും. അവിടുന്ന് ഇങ്ങനെ അടിച്ചു തരും. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ നടന്നു വരും. അന്ന് ഇവിടെ ഈ ടവറും ഇല്ല. ഇവിടെ ഫുള്ള് മരങ്ങളും, ഇവിടെ ആഞ്ഞിലി മരവും പശുക്കളും എല്ലാം ഭയങ്കര തേക്കൊക്കെ ഉണ്ട്. ഭയങ്കര സൂപ്പറായിരുന്നു. പക്ഷെ ഇപ്പം എല്ലാം സ്പ്ലിറ്റ് ചെയ്ത് ഉമ്മിയും കൂടെ വീതിച്ച് പല സ്ഥലങ്ങൾ എല്ലായിടത്തും പോയി. എല്ലാം പോയി, പഴയ തനിമകളൊക്കെ പോയി. ഫസ്റ്റ് നീ ആർക്കിടെക്ചർ അല്ലേ, നിനക്ക് ഇതിനെ കണ്ടിട്ട് ഓരോ മുക്കുമൂലം കണ്ട് നിനക്ക് എന്താണ് പറയാനുള്ളത്? ഓരോന്ന് പറയുക. ഡോറും വിൻഡോസ് ഒക്കെ കണ്ട, പഴയ ഡോറും. വേറൊരു പ്രത്യേകതകളുണ്ട് ഈ വീടിന്. ഈ വീടാണ് ഈ ഏരിയയിലെ തന്നെ ഫസ്റ്റ് കെട്ടിടം, അതായത് മീൻസ് കോൺക്രീറ്റ് ഹൗസ്. അതുകൊണ്ട് ഇവിടെ കെട്ടിടത്തിലെന്നാണ് എല്ലാരും വിളിക്കുന്നത്. യെസ്, കണ്ടല്ലേ? ഞാനും വന്നപ്പോ കൊറേ കേട്ടു, കെട്ടിടത്തിൽ വീട്ടിലേക്കാണോ പോകുന്നത് ചോദിച്ചു. കെട്ടിടത്തിൽ എത്ര തൊടിയുണ്ടെന്നാ? 45 തൊടിയുണ്ട്. അതിന്റെ 45 തൊടിയും വെള്ളം നിറഞ്ഞിടക്കില്ലേ. വെള്ളമില്ല നടന്നപ്പോഴേ ഉള്ള പ്രാവിനെ എല്ലാം പോണ് പിടിച്ച് ഇതായിരുന്നു നമ്മുടെ വീടിന്റെ ബാക്ക് സൈഡ്. ഇവിടെ ഇരുന്നായിരുന്നു എന്നെ ഉമ്മയെ അടിച്ചിരുന്നത്. ഇവിടെ ഇരുന്നാണ് തുണി കഴുകിയിരുന്നത് ഉമ്മി. കൈസിന്റെ ബാല്യകാല സുഹൃത്തുക്കളുടെ വീട്ടിലോട്ടാണ് നമ്മൾ പോകുന്നത്. ബാല്യകാല സുഹൃത്തുക്കൾ അവിടെ കാണത്തില്ല, ഒരാൾ കല്യാണം കഴിഞ്ഞ് അവിടെ പോയി. എല്ലാം നമ്മൾ ഓടിക്കളിച്ച വഴികളാട്ടോ. ഫസ്റ്റ് നമ്മൾ ഇവിടെ വന്നിച്ചൊക്കെ ഉണ്ടല്ലോ. കാശ് കൊടുത്ത് മേടിക്കാൻ പറ്റില്ല. എന്റെ ബാല്യകാല സുഹൃത്തുക്കളുടെ പേര് പറയണ്ടേ? മനു കണ്ണനും. യെസ്, ഇതാണ് മനു കണ്ണന്റെ വീട്. ഇവർക്കൊരു മില്ലാണുള്ളത്. ആ മില്ല് എല്ലാ പൊടികളും പൊടിപ്പിക്കുന്നതും എല്ലാം ഇവിടാണ്. നമുക്ക് അവരുടെ അമ്മയെ കാണാം. ഇവിടുത്തെ ഒരു പൈനാപ്പിൾ കണ്ട് ഫസ്റ്റ് ഞെട്ടിയിരിക്കുകയാണ്. നമുക്ക് ആ പൈനാപ്പിൾ നോക്കിയാലോ. ഇവിടെ ഒരു തത്തമ്മയുണ്ട്. തത്തമ്മയുടെ സൗണ്ട് തത്തേ. ഗൈസ്, അങ്ങനെ ഞങ്ങൾ ശാസ്താംകോട്ടയിൽ വന്നൊരു നാടൻ പൈനാപ്പിൾ. അതെ, ഒരു യമണ്ടൻ നാടൻ പൈനാപ്പിൾ. നമ്മൾ കടയിലൊന്നും കിട്ടാത്തത്രയും ഫ്രഷ് ആൻഡ് ബിഗ് ആയിട്ടുള്ള പൈനാപ്പിളും കൊണ്ടാണ് ഉമ്മി പോകുന്നത്. നോക്കെ കാണിച്ചേ. ഇതെന്താ പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങനെയൊക്കെ വളരുന്നത്? ഇതെന്താ ഇങ്ങനെ വളരുന്നത്? അതിന്റെ വെയിറ്റ് കാരണം ഓ, അങ്ങനെ.
ഗൈസ് അപ്പം നമ്മൾ ഇവിടെ വന്നിട്ട് നമുക്ക് നല്ല വരിക്കച്ചക്ക കിട്ടി. ഇവിടുത്തെ പ്ലാവെന്ന് നമ്മൾ ചക്ക കിട്ടി, പിന്നെ പൈനാപ്പിൾ കിട്ടി. അതൊക്കെ നമ്മൾ വണ്ടിയിൽ കയറ്റിയിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ ചുമ്മാ വീടും സ്ഥലമൊക്കെ ഒന്ന് വെറുതെ ചുറ്റിക്കാണുക. എന്തായാലും അസറ് ഓടിക്കളിച്ച് നടന്ന വഴിയല്ലേ, അപ്പം ഞാനും വെറുതെ അതിക്കൂടെയൊക്കെ ഒന്ന് നടന്ന് നോക്കാൻ വിചാരിച്ചു. നോക്ക്, ഇത് കണ്ടോ ഈ മൂലര് എന്തുവാ കലം, മൺകലം. ഇതിലാണ് അവിടെ നീ ചോറും കറിയും വെച്ച് കളിച്ചത്. അന്ന് മുതൽ മറ്റേ 2 countries സിനിമ. ഇവിടെ ആയിരുന്നു എന്നെ ഉമ്മി ഇരുത്തി ഹിന്ദി ആൽഫബറ്റ്സ് പഠിപ്പിച്ചു. പണ്ടത്തെ പോലെ 4 സൈഡിലും ഡോറുണ്ട്. അതെ 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 അതെ. കൊള്ളാട്ടാ. ഇവിടെ ഇരുത്തിയാണ് ഉമ്മി എന്നെ മറ്റേ ഹിന്ദിയൊക്കെ പഠിപ്പിച്ചത്. അപ്പൊ ഇവിടെ ഒരു മുല്ലമരമൊക്കെ ഉണ്ട്. രാത്രി നല്ല മുല്ലമരം, മുല്ലപ്പൂവിന്റെ ചെടി. മുല്ലച്ചെടി അല്ല, പക്ഷെ ഭയങ്കര വലിയൊരു മരം പോലെ ആയിരുന്നു, ചെടിയല്ല. എന്ന് പറഞ്ഞാൽ ഈ കനം ഉണ്ടായിരുന്നു, ഈ കനം ഇതിന്റെ പകുതി എങ്കിലും ഉണ്ടായിരുന്നു. That's why I called it മരം. ഒട്ടാനോടിയൻ അല്ലേ? അല്ല. പിന്നെ വേറൊരു കാര്യങ്ങൾ പറയട്ടെ, ഈ ബാക്കിലുള്ള സ്ഥലം നമ്മുടെ ആയിരുന്നു. ഉമ്മി പറഞ്ഞത് കൊടുത്തു. അതെ വാപിച്ച് ചക്ക. ഇതാണ് ഇവിടുത്തെ സെപ്റ്റിക് ടാങ്ക്. അതെന്തിനാ ഇപ്പൊ കാണിക്കുന്നത്? അവർ താലം കൈമാറുന്നു. ഇതായിരുന്നു നമ്മുടെ പണ്ടത്തെ ബാത്റൂം ആൻഡ് ടോയ്ലറ്റ്. ഫസ്റ്റ് ടൈമായിട്ട് ഹോം ടൂർ ഒക്കെ ചെയ്യാന്ന് വിചാരിച്ചാണ് നമ്മൾ വന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ ഇവിടെ വാടകക്കാരുള്ളത് കൊണ്ട് അവരുടെ പ്രൈവസിയിൽ നമ്മൾ കയറുന്നത് ശരിയല്ലല്ലോ. സോ ഇവരൊക്കെ പോകുമ്പോൾ ഒരു നാൾ ഇതിന്റെ ഇന്റീരിയർ കാണിക്കാൻ ഞാൻ ഫസ്റ്റ് ടൈം ഇതിനകത്ത് കയറുന്നതായിരിക്കും. ഇപ്പൊ നിനക്ക് ഇനി ഇന്റീരിയർ കാണാൻ പറ്റില്ലല്ലേ, വാടകക്കാരുള്ളതുകൊണ്ട്. പിന്നെ ഞാനിതാ മുതലാളിയാ, ഇപ്പൊ എടുത്തുണ്ടോ? ചക്കോട്ട് മോഡ് വന്നിരുന്നോണ്ടല്ലേ. എനിക്ക് ചക്ക ഇഷ്ടമല്ല, ഇപ്പൊ എടുത്തോടി പോയത്.